ഇറാന്റെ സൈനിക ഉപമേധാവി കൊല്ലപ്പെട്ടു. IRGC ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നീൽ ഫുറുഷാനാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ട് ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഹസൻ നസ്രല്ലയുടെ വധത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഭീഷണി മുഴക്കി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തായാലും ഭീകരവാദ സംഘടനകളുമായി തുറന്ന യുദ്ധത്തിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സൈനിക ഉപമേധാവിയും കൊല്ലപ്പെട്ട സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ഈ സൈനിക ഉപമേധാവി, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ സൈനിക ഉപമേധാവി കൊല്ലപ്പെട്ടത് ബെയ്റൂട്ടിലാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. കാരണം എന്തുകൊണ്ട് ഇദ്ദേഹം ബെയ്റൂട്ടിലെത്തി എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം തേടേണ്ടതുണ്ട്. അതിന് ഉത്തരമായി തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ ഈ സിറിയയിൽ മുഹമ്മദ് റിസ സഹേദി എന്ന ഒരു നേതാവ്, ഒരു കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. ആ കമാൻഡർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ലെബനനിലെ ഇത്തരത്തിലുള്ള ഇറാൻ പിന്തുണയോടെ നടക്കുന്ന ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് സാങ്കേതിക സഹായവും അതുപോലെ തന്നെ മിലിറ്ററി സഹായവും എല്ലാം നൽകിയിരുന്ന സംവിധാനങ്ങളുടെ ഭാഗമായി ഈ നീൽ ഫുറൂഷൻ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കമാൻഡൻ്റ് ജോലി ചെയ്തിരുന്നത് അവിടെയാണ്. ഈ കമാൻഡൻറ്റിൻ്റെ ജോലി ചെയ്തിരുന്ന പ്രദേശമായത് ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണത്തിലേക്ക് നീങ്ങിയത്. ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. ബെയ്റൂട്ടിൽ ഒരു ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ ഒരു കമാൻഡൻറ്റ് എത്തിപ്പെടുന്നത് എന്തിനെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുണ്ട്. കാരണം നേരത്തെ തന്നെ പലതവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇറാൻ പിന്തുണയോടെയാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത്. ഇറാൻ്റെ ലക്ഷ്യം ആ മേഖലയെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ്. സ്വാഭാവികമായും ഇറാൻ്റെ ആ ലക്ഷ്യം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ ഇസ്രായേലിലെ സിറിയയിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും എല്ലാം തന്നെ ഈ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സസ് എന്ന് പറയുന്ന സംവിധാനം, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സസ് എന്ന സംവിധാനം കൃത്യമായ ഒരു വിന്യാസം നടത്തിയിരുന്നു. ആ വിന്യാസം നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടായത്. അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നത് ഈ ഒരു ആസൂത്രണത്തിൽ, ഇതൊരു ജനറൽ പ്ലാനിങ്ങിൽ നിന്നാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ആ നിലപാടിനെ ലഭിക്കുന്ന ഒരു കൃത്യമാർന്ന ഒരു വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു സാധൂകരണം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെയ്റൂട്ടിൽ ഇദ്ദേഹം കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ബെയ്റൂട്ടിലെ ശക്തമായ എയർ റെയ്ഡുകളിലും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ആക്രമണങ്ങളിലും ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. തീർച്ചയായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സസിൻ്റെ കോർപ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഏറെ ഗൗരവതരമായി തന്നെ ലോകം വീക്ഷിക്കുന്നുണ്ട്, അമേരിക്ക വീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിരവധി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇക്കാര്യം വീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡെപ്യൂട്ടി കമാൻഡറുടെ കൊലപാതകം അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡർ ബെയ്റൂട്ടിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത്രയും ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇറാൻ നേരിട്ട് പിന്തുണയ്ക്കുന്നു. ഇറാൻ ഏതെങ്കിലും ആയുധം ലഭ്യമാക്കുകയോ അല്ലെങ്കിൽ പിന്നിൽ നിന്നൊരു ഷേഡോ ആയി ആക്രമണം നടത്തുകയോ അല്ല, അല്ലെങ്കിൽ ഷേഡോ രീതിയിലുള്ള ഒരു പട്ടാളത്തെ തള്ളി വിടുകയോ അങ്ങനെയുള്ള രീതികളോ അല്ല നടക്കുന്നത്. കൃത്യമായി അവിടെ നേതൃത്വം വഹിക്കുന്നതിന് പട്ടാള മേധാവി എത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കലുഷിതമായി പോകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അയത്തുള്ള ഖുമൈനി അല്പസമയം മുമ്പാണ് ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനി ഈ കൊലപാതകത്തിന്, അതായത് ഹസൻ നസ്രള്ളയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. UN-ൽ നമുക്കറിയാം, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് യമൻ, സിറിയ, ലെബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് കാരണം ഇറാനാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇറാനും സഖ്യങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധം മാത്രമാണ് എന്നുള്ളതാണ്. അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊരു മുന്നറിയിപ്പും ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അയത്തുള്ള ഖൊമേനി തിരിച്ചടി നൽകും എന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തീർച്ചയായും ഖൊമേനിയുടെ ഭീഷണി ഗൗരവതരത്തിൽ തന്നെ ഇസ്രായേൽ കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ ഭീഷണി മുഴക്കുന്നതിന് തൊട്ടു മുമ്പ് ഖൊമേനി ഒരു സ്വകാര്യ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ ഇൻറ്റീരിയറിലേക്കുള്ള, ആ വാക്കാണ് കൃത്യമായും ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അത്തരത്തിൽ ഒരു നീക്കം നടന്നിരുന്നു. ഹസൻ നസ്രള്ളയുടെ കൊലപാതകം നടന്നതിന് പിന്നാലെ ഈ ഖൊമേനിയുടെയും ജീവൻ ഭീഷണിയിലാണ് എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ മാറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഗൗരവതരമായി തന്നെ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഇനിയും തുടരുമെന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ UN-ലെ പ്രസംഗം തന്നെയാണ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇനി ആ യുദ്ധത്തിലുള്ള നയം എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോന്നോരോന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹസൻ നസ്രള്ളയുടെ കൊലപാതകം നടന്നു,
അതുപോലെ തന്നെ തുടർന്നുള്ള 6 മിസൈൽ കമാൻഡർമാരുടെ 4 മിസൈൽ കമാൻഡർമാരുടെ കൊലപാതകം നടന്നു. അല്പസമയം മുമ്പാണ് മിസൈൽ യൂണിറ്റിൻ്റെയും ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെയും മേധാവി ഖലീദിൻ്റെ കൊലപാതകം നടന്നത്. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇനിയും സംഘർഷകലുഷിതമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, വലിയൊരു പ്രശ്നം ഇസ്രായേൽ നേരിടുന്നു. ഈ ഒക്ടോബർ 7-ന്, അതായത് ഈ വരാനിരിക്കുന്ന ഒക്ടോബർ 7-ന് ഒരു വർഷം തികയുകയാണ് ഹമാസിൻ്റെ ആക്രമണത്തിന്. ഒരു വർഷം തികയുമ്പോഴും ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന ആ ഒരു ആശങ്ക വളരെ കൃത്യമായി ഇസ്രായേലിനുണ്ട്. ആ ആശങ്കയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നത് വരെ ശക്തമായ ആക്രമണം നടത്താനുള്ളൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് UN-ൽ വളരെ കൃത്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതും അതുതന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടുവരുന്നതും. ആ ആരോപണങ്ങളെല്ലാം മറിച്ച് അതെല്ലാം യാഥാർത്ഥ്യങ്ങളായിരുന്നു, ഇറാൻ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങളാണ് എന്ന് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു ഒരു അന്താരാഷ്ട്ര വേദിയിൽ അവതരിപ്പിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സസിൻ്റെ ഒരു മേധാവി അല്ലെങ്കിൽ പരമാധികാരിയായ ഒരു കമാൻഡർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെടുന്നു. ബെയ്റൂട്ടിൽ അദ്ദേഹം സാന്നിധ്യം ഉറപ്പിച്ച് ശക്തമായ ആക്രമണങ്ങൾക്കുമൊക്കെ എല്ലാം തന്നെ മുതിരുന്നു. നേരത്തെ ദിവസങ്ങളായി ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ഇസ്രായേലിലേക്കുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എല്ലാം സൂത്രധാരൻ ഇയാളായിരുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ, അത് അന്താരാഷ്ട്ര തലത്തിൽ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായി തന്നെ വിഷയം മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വെടിനിർത്തൽ സാധ്യമല്ല എന്ന ഇസ്രായേലിൻ്റെ കർക്കശമായ നിലപാടിനെ കുറെ കൂടി സാധൂകരിക്കുന്നുണ്ട് ഈ സംഭവ വികാസം. കാരണം വെടിനിർത്തൽ സാധ്യമായാൽ റീഓർഗനൈസ് ചെയ്യുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ റീഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ഇനിയും സൈനിക മേധാവികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങളോ എല്ലാം തന്നെ ബെയ്റൂട്ടിൽ ഒരുക്കിയിരിക്കാം ഇനി ഇറാൻ്റെ പിന്തുണയോടെ എന്ന ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ആക്രമണം ഇനിയൊന്നും ഉടൻ അവസാനിക്കാനുള്ള സാധ്യതയില്ല എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. അതാണ് കാരണം ഇറാനും സഖ്യകക്ഷികൾക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രതിരോധം തീർക്കുക മാത്രമാണ്, പക്ഷേ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള നേരിട്ടുള്ള ഇടപെടൽ എന്തായാലും ഇസ്രായേലിൽ തീരുമാനമാക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ കാര്യം, ഹസൻ നസ്രല്ല, ഹസൻ ഖാലിയാസൻ, അങ്ങനെ ഹിസ്ബുള്ള നേതാക്കൾ തുടർച്ചയായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് വലിയ ആൾനാശം ഉണ്ടാകും എന്ന് തന്നെ കരുതണ്ടേ? തീർച്ചയായും ഇത്തരത്തിലാണ് പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഒരു വെടിനിർത്തൽ ധാരണയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ധികളിലോ എത്താതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹിസ്ബുള്ളയുടെ ആ ഒരു യുദ്ധശേഷി തന്നെ പിന്നാക്കം പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു ആക്രമണത്തിന് വിധേയരായി പോകേണ്ട ഒരു സാഹചര്യം ഹിസ്ബുള്ളയുടെ നിലവിലെ സാഹചര്യങ്ങളിൽ, നിലവിലെ അവരുടെ ആയുധശേഖരം വെച്ച് പരിശോധിച്ചാൽ ഇല്ല എന്നതാണ് നേരത്തെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആയുധശേഖരം സംബന്ധിച്ച സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. പക്ഷേ ശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട്. വ്യോമാക്രമണത്തിൽ വലിയ അളവിൽ ഇവരുടെ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ നശിച്ചിരിക്കുന്നു. ഈ ഇലക്ട്രോണിക് വാർഫെയറും അതുപോലുള്ള അത്യാധുനിക ഡ്രോൺ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രയോഗിച്ചിരുന്ന ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയായിരുന്നു ഈ ഹിസ്ബുള്ള എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് അത്തരത്തിലുള്ള ഒരു കോമ്പിറ്റൻസി, ഒരു വാർ കോമ്പിറ്റൻസി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ തുടർച്ചയായുള്ള സംഭവ വികാസങ്ങളിൽ നിന്ന്, അതായത് ഖാലിദ് യാസിൻ, അത്തരത്തിൽ ഓരോരുത്തരായി മണിക്കൂറുകൾക്കകമാണ് ഇതിൻ്റെ ഉന്നത നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെടുന്നത്. അത്തരത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും വലിയ ഉന്നത നേതാക്കളെ കൊന്നുകളയുകയും ചെയ്യുന്നൊരു നീക്കം ഇസ്രായേലിന് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദുർബലമായി കഴിഞ്ഞു ഹിസ്ബുള്ള എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. ആ അത്തരത്തിൽ ദുർബലമായിരിക്കുന്ന ഹിസ്ബുള്ളയെ വീണ്ടും പിന്തുണയ്ക്കാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ മറ്റു തരത്തിൽ അവർക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ എത്താനുള്ളൊരു സാധ്യത ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇറാനെ നിയന്ത്രിക്കുക എന്ന നീക്കത്തിലേക്ക് ഇനി കാര്യങ്ങൾ ചെന്നെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത്തരത്തിലൊരു വിഷയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സംഘർഷം അതിരൂക്ഷമാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല, അത് വ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാനും സാധിക്കാത്ത അവസ്ഥയും വരും. തീർച്ചയായും ഇറാന്റെ സൈനിക ഉപമേധാവി കൊല്ലപ്പെട്ടു. IRGC ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നീൽ ഫുറുഷാനാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ട് ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം തന്നെ ഹസൻ നസ്രല്ലയുടെ വധത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഐസനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.